ഇനി ശ്രീ കെ പി നൗഷാദിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ആളുകൾ കോൺഗ്രസ് വിട്ട് വ്യാപകമായി ബി.ജെ.പിയിൽ ചേരുന്നു? ഒന്ന്, കോൺഗ്രസിന് കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരമില്ല, സമീപകാലത്ത് അധികാരം കിട്ടാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്, അതൊരു ഘടകമാണ്. രണ്ടാമത്തേത്, കോൺഗ്രസ് പണ്ട് വളരെ വിശാലമായ ഒരു പാർട്ടിയായിരുന്നു, എല്ലാ ധാരകളും ഉൾച്ചേർന്നിരുന്ന ഒരു പാർട്ടിയായിരുന്നു, രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ ഇന്ന് കോൺഗ്രസ് ഐഡിയോളജിക്കലി ലെഫ്റ്റായി. രാഹുൽ ഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസ് ഒരു ലെഫ്റ്റ് വിങ് പാർട്ടിയാണ്. അതുകൊണ്ട് അതിനോട് താല്പര്യമില്ലാത്ത ആളുകൾ ഇറങ്ങി പോകുന്നതും ആകാലോ. പത്മജ വേണുഗോപാൽ പോയതിനു ശേഷം പറയുന്നത് അവർക്ക് ചന്ദനക്കുറി ഇടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ്. അർജുൻ മോദ്വാദിയ ഗുജറാത്തിൽ പറഞ്ഞത്, പുള്ളി അവിടുത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ, നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു ഇപ്പോഴത്തെ ഗുജറാത്തിൽ. അദ്ദേഹം പറഞ്ഞത് അയോധ്യയിൽ പോകാൻ കോൺഗ്രസ് വിട്ടില്ല, അതുകൊണ്ട് പോകുന്നതാണ്. ഇങ്ങനെ പല കാരണങ്ങളാണ് പല ആളുകൾ പറയുന്നത്. ഐഡിയോളജിക്കലി കോൺഗ്രസ് ഒരു ലെഫ്റ്റ് വിങ് പാർട്ടിയായി മാറിയപ്പോൾ കോൺഗ്രസിന്റെ പഴയ കോൺഗ്രസ് സംസ്കാരം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പഴയ കോൺഗ്രസ് ആയിരുന്ന ആളുകളൊക്കെ പോകുന്നതുമാകാമല്ലോ. ഇവിടെ ഇപ്പോൾ ഈ കോൺഗ്രസിനെതിരെ ഈ CPM അടക്കമുള്ള ആളുകൾ പറയുന്ന ഏറ്റവും വലിയ ആരോപണം, ആ പാർട്ടി ആ ലെഫ്റ്റ് വിങ്ങോ അല്ലെങ്കിൽ നെഹ്റുവിയൻ പാതയിൽ നിന്നൊക്കെ വ്യതിചലിച്ചു എന്നാണ്. അഭിലാഷം മറ്റൊരു രീതിയിൽ പറയുന്നു. ഇങ്ങനെ ആളുകളൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ വ്യാഖ്യാനിച്ചോളൂ, നമുക്കതിനകത്ത് വിരോധവും പരാതിയൊന്നുമില്ല. ഞാൻ ഈ അഭിലാഷി പറഞ്ഞ വാചകങ്ങൾ മുഴുവൻ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇത്ര കെട്ട കാലമാണല്ലോ കോൺഗ്രസ്സിന്. ഈ കെട്ട കാലത്ത് ഹരിയാനയിലെ ഹിസാറിലെ സിറ്റിംഗ് MP, രാജസ്ഥാനിലെ ചുരുവിലെ സിറ്റിംഗ് MP, ആ 2 സംസ്ഥാനവും BJP തൂത്തുവാരുമെന്ന നേരത്തെ നിങ്ങളീ പറഞ്ഞ അഭിപ്രായ വോട്ടെടുപ്പുകളൊക്കെ പറഞ്ഞത്. അവിടുന്ന് 2 സിറ്റിംഗ് MP രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നിട്ട് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ. അതിന്റെ മുമ്പ് വേറെ സിറ്റിംഗ് MP വന്നിട്ടുണ്ട്. അല്ല, അതെന്തോ ആവട്ടെ. അപ്പോൾ കോൺഗ്രസിനകത്ത് തേനും പാലും സ്വർഗവും പവിഴവും ഒക്കെ കൊടുത്തപ്പോഴാണോ ഇവരൊക്കെ പോയത്? ഇതിനകത്ത് അവഗണിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ പല കാരണവും ഉണ്ടാവും. അത് ശരി, BJP പോരുമ്പോൾ ആ കാരണമൊക്കെ ഹറാമും കോൺഗ്രസിൽ നിന്ന് പോകുന്ന കാരണമൊക്കെ ഹലാലും ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അഭിലാഷ, ആ കാര്യമൊന്നും ഇവിടുത്തെ CPM ഒരു വിഷയമേ അല്ല. അവർക്ക് BJPയിലേക്ക് ആരെങ്കിലും പോയാൽ അതങ്ങ് ആഘോഷിക്കുകയാണ്. അതിൻ്റെ കാരണം ലളിതമാണ്. ഈ കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് കോൺഗ്രസിലേക്ക് പോകാതെ സ്വന്തമാക്കുക എന്നത് മാത്രമാണ് അവരുടെ മിസ്റ്റർ, താങ്കളൊന്നും മിണ്ടാക്കുന്നത്. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയോ? നിങ്ങളൊന്നും മിണ്ടായിരിക്കണം. ഇവിടെ ഓരോ തരത്തിലുള്ള വിഷയമില്ലല്ലോ അവർക്ക് ഈ വോട്ടാ വേണ്ടത്, ഈ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ വോട്ടുകൾ. അരുൺകുമാറെ, താങ്കൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യ രാജ്യത്ത് BJPയെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലുള്ള കൺസേൺ, നിങ്ങൾ ഈ രാജ്യത്ത് ഓരോ ലോക്സഭാ മണ്ഡലത്തിൽ പോലും BJPയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നില്ല. നിങ്ങൾ ഒരു മണ്ഡലത്തിൽ പോലും BJPയുമായിട്ട് മുഖാമുഖം മത്സരത്തിനെവിടെയും നിങ്ങളുടെ സാന്നിധ്യമില്ല. അങ്ങനെ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് BJPയെ താഴെ ഇറക്കാനോ BJP വിരുദ്ധ വികാരം ജനാധിപത്യപരമായി ശമിപ്പിക്കാനോ സാധ്യമല്ല. നിങ്ങൾക്ക് ഈ മതേതര ജനാധിപത്യ വിശ്വാസികൾ കേരളത്തിൽ വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല. കാവി പൂശിയിട്ട് കാര്യമില്ല. നിങ്ങളെ നിർത്താം. ഉത്തരം മുട്ടുമ്പോൾ ഇങ്ങനെ ഇടക്ക് കയറി കൊഞ്ഞനം കുത്തരുത്. ഒരാളും നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളിങ്ങനെ കോൺഗ്രസ് BJP ആയി എന്ന് ആഘോഷിച്ച് BJPക്കാരെക്കാൾ വലിയ ഉച്ചത്തിൽ ഇങ്ങനെ ആ ഘോഷയാത്രയൊക്കെ നടത്തി നിലവിളിച്ച് നടന്നോളൂ നിങ്ങൾ. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഈ ഇട്ടാവട്ടത്തിൽ 4 സീറ്റിൽ മത്സരിക്കുന്ന, അതും കോൺഗ്രസിനോട് ഏറ്റുമുട്ടുന്ന, അങ്ങ് ബംഗാളിൽ പോലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല എന്ന് പരസ്യമായിട്ട് തൃണമൂലിനൊപ്പം ഇല്ല എന്ന് പ്രഖ്യാപിച്ച് എവിടെയും ഇടമില്ലാത്ത നിങ്ങൾക്ക് BJPക്കെതിരെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്കറിയാം. അതുകൊണ്ട് ആ വോട്ട് കണ്ടിട്ട് നിങ്ങൾ BJPയെ ഊട്ടി വളർത്തി വലുതാക്കണ്ട. നിങ്ങളാണ് ഈ ഭസ്മാസുരന് വരം കൊടുത്ത് ഈ രൂപത്തിലേക്ക് എത്തിച്ചത്. കോൺഗ്രസ് വിരുദ്ധ വികാരം ഉൽപ്പാദിപ്പിച്ച നിങ്ങൾ, സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരും സംഘടനാ കോൺഗ്രസ്സുകാരൊക്കെ ഉരുട്ടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതാണ് ജനസംഘത്തെയും BJPയെയും. എന്നിട്ട് ഇന്ന് നിങ്ങളെ ശത്രുത നടിച്ചാൽ, പ്രിയപ്പെട്ട അരുൺകുമാർ, ഇതൊക്കെ ചരിത്രം അറിയാവുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ പുച്ഛിച്ച് തള്ളുക മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ന്യൂനപക്ഷക്കാരന്റെ വോട്ടും കിട്ടാൻ പോണില്ല. സമ്പൂർണ്ണ പരാജയമാണ് നിങ്ങളെ ഉറ്റുനോക്കുന്നത്.